10th സ്റ്റാൻഡേർഡ് CBSE സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി 2-3 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫ്രം ദ ടോപ്പ് ഓഫ് എ 7-meter ഹൈ ബിൽഡിംഗ് the angle of elevation of the top of a cable tower is 60 degree and the angle of depression of its foot is 45 degree. Determine the height of the tower. ഈ ഫിഗർ നോക്കണ്ട, നമുക്ക് ഒന്നേ ഫിഗർ വരയ്ക്കാം, എന്നാലും എനിക്കത് ക്ലിയർ ആവുള്ളൂ ഐഡിയ. ഓക്കെ, ഫ്രം ദ ടോപ്പ് ഓഫ് എ 7-meter ഹൈ ബിൽഡിംഗ്. അപ്പോൾ 7 meter ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ 7 meter ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് എന്നിരിക്കട്ടെ. 7 meter ഹൈറ്റ് ഉള്ള ബിൽഡിംഗ്. ഓക്കെ, ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഓക്കെ, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ കേബിൾ ടവർ അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ട്? ഒരു കേബിൾ ടവർ ഉണ്ട്. ഓക്കെ, അപ്പോ ഈ 7 meter ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. എത്രയാണത്? 60 ഡിഗ്രി എന്ന് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതാണ് സ്ട്രൈറ്റ് അല്ലെ, ഇതാണ് അവിടുത്തെ സ്ട്രൈറ്റ്. അപ്പൊ ഇത് 7 ആണെങ്കിൽ ഇത് എത്രയാണ്? 7 ആണ്. സ്ട്രൈറ്റ് വ്യൂവിനും മുകളിലേക്കുള്ള വ്യൂവിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോ ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ ഇത് 7 ആണെങ്കിൽ ഇത് 7 ആണ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. ഓക്കെ, ഇനി അത് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ഇറ്റ്സ് ഫുട്ട് ഈസ് 45 ഡിഗ്രി. അതായത് ഇതിന്റെ മുകളിൽ നിന്ന് ഈ ടവറിന്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയും ഈ ടവറിന്റെ ഫൂട്ടിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ് അല്ലെ. ഡിപ്രഷൻ എന്താണ്? താഴേക്ക് നോക്കുന്ന ആ വ്യൂവും സ്ട്രൈറ്റ് വ്യൂവിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ശരിയല്ലേ? അപ്പോ സ്ട്രൈറ്റ് വ്യൂവിനും എലിവേറ്റഡ് വ്യൂവിനും ഇടയ്ക്കുള്ള ആംഗിൾ 60 ഡിഗ്രി. ആംഗിൾ ഓഫ് എലിവേഷനും എന്താണ്? സ്ട്രൈറ്റ് വ്യൂവും താഴേക്കുള്ള ആ വ്യൂ അല്ലെ. അപ്പോ ആ വ്യൂവിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. എന്താ കാണാൻ പറഞ്ഞേക്കുന്നേ? ഡിറ്റർമിൻ ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഈ ടവറിന്റെ എന്ത് കാണണം? ഹൈറ്റ് കാണണം. ഇത്രയും ഭാഗം 7 ആണെന്ന് അറിയാം. ബാക്കിയും കൂടെ കിട്ടിയാൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടവറിന്റെ ഹൈറ്റ് കിട്ടും. പേര് കൊടുത്താൽ മതി. എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇതെന്താണ്? ഇ. ഓക്കെ, അങ്ങനെ പേര് കൊടുത്തു. ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇത് സ്ട്രൈറ്റ് വ്യൂ ആണല്ലോ. അപ്പോൾ ഗ്രൗണ്ട് ലെവലിന് എപ്പോഴും പാരലൽ ആയിരിക്കും. ഞാൻ നേരെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഗ്രൗണ്ടിന് പാരലൽ ആയിട്ടായിരിക്കും ഞാൻ നോക്കുക. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ഗ്രൗണ്ട് ലെവലിലെ ആ ലൈനും അതുപോലെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നത് എന്താണ്? സ്ട്രൈറ്റ് വ്യൂ വരയ്ക്കുന്നത് എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെങ്കിൽ ഈ വരയ്ക്കുന്നത് എന്താണ്? ഒരു ട്രാൻസ്വേഴ്സൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 45 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 45 ആയിരിക്കും. അപ്പൊ ഇത് 45 ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ്? 45 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ, ആംഗിൾ പേരെന്താ? ആംഗിൾ BEC അല്ലെ. ആംഗിൾ BEC ഈസ് ഈക്വൽ ടു ആംഗിൾ, ഈ ആംഗിൾ പേര് ആംഗിൾ ECD. ആംഗിൾ ECD ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് അല്ലെ. അപ്പോ അത് കിട്ടി കഴിച്ചു. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ട്രയാംഗിൾ എടുക്കുന്നു. കൺസിഡർ ട്രയാംഗിൾ EDC. കണ്ടോ? ഇൻ ട്രയാംഗിൾ EDC അവിടുത്തെ ആംഗിൾ 45 ഡിഗ്രി ആണ്. ടാൻ ആണ് എടുക്കുന്നത്. വരാവും ടാൻ 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? ED അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ED ബൈ അഡ്ജസന്റ് സൈഡ് ആരാണ്? ഇതിന്റെ അഡ്ജസന്റ് സൈഡ് DC അല്ലെ. ED ബൈ DC. ടാൻ 45ന്റെ വാല്യൂ 1 ആണ്. 1 ഈസ് ഈക്വൽ ടു ED എന്ന് പറയുന്നത് 7 ആണ് അല്ലെ. 7 ബൈ DC. ഈ ബൈ DC അപ്പുറത്ത് പോയാൽ ഇൻറ്റു DC ആവും. 1 ഇൻറ്റു DC, DC ഈസ് ഈക്വൽ ടു 7 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഈ DC എന്താണ്? ഇത് 7 മീറ്റർ ആണെന്ന് കിട്ടി. ഇത് 7 ആണെങ്കിൽ അതിന് പാരലൽ ആയിട്ട് മുകളിൽ വരച്ചിരിക്കുന്ന EB യും എന്തായിരിക്കും? 7 മീറ്റർ ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം DC ഈസ് ഈക്വൽ ടു ആര്? EB. DC ഈസ് ഈക്വൽ ടു EB ഈസ് ഈക്വൽ ടു എത്രയാണ്? 7 മീറ്റർ ആണ്. ഇതും എന്താണ്? 7 മീറ്റർ ആണ്. ഇനി എടുത്തിരിക്കുന്ന ട്രയാംഗിൾ ABE. കണ്ടോ? മുകളിലത്തെ ട്രയാംഗിൾ. കൺസിഡർ ട്രയാംഗിൾ ABE. ഇൻ
ട്രയാങ്കിൾ ABE അതില് 60 ഡിഗ്രി ആണ് ടാൻ എടുക്കുക. അപ്പൊ എന്താവും? ടാൻ 60 is equal to opposite side by adjacent side. ഇതിന്റെ opposite side ആരാണ്? AB. Adjacent side BE അല്ലെ? tan 60 is equal to AB by BE. tan 60 യുടെ വാല്യൂ √3 ആണ്. സോ √3 is equal to AB നമുക്കറിയില്ല, AB by BE നമുക്ക് നേരത്തെ കിട്ടി, അല്ലെങ്കിൽ EB ആണ് കിട്ടിയത്. രണ്ടൊന്നാണ്. എത്രയാണത്? 7 ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ 7. അപ്പൊ AB കിട്ടാൻ അപ്പുറം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 into √3. That implies AB is equal to 7 into √3 അല്ലെങ്കിൽ 7 √3 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് determine the height of the tower. Height of the tower. Height of the tower. ടവറിന്റെ ഫുൾ പേര് എന്താണ്? AC അല്ലെ? Height of the tower AC is equal to, AC സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെയാ? AB plus BC അല്ലെ? is equal to AB plus BC. അതിൽ AB യുടെ വാല്യൂ എന്താണ്? 7 √3 ആണ്. AB യുടെ വാല്യൂ 7 √3 പ്ലസ് BC യുടെ വാല്യൂ എന്താണ്? BC യുടെ വാല്യൂ നമുക്കറിയാം, BC 7 ആണ്. ഇത് 7 ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ്? 7 ആണ്. സോ പ്ലസ് 7. രണ്ടിലും 7 കോമൺ ഉള്ളതുകൊണ്ട് 7 എടുത്തു. ബാക്കി √3 plus 1. 7 into √3 plus 1 മീറ്റർ. ക്വസ്റ്റ്യനിൽ യൂസ് √3 is equal to 1.73 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം √3ക്ക് വാല്യൂ കൊടുത്ത് ബാക്കി ആൻസർ എഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഇതാണ്. ഹൈറ്റ് ഓഫ് ദ ടവർ AC is equal to 7 into √3 plus 1 മീറ്റർ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആസ് ഒബ്സർവ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ 75 മീറ്റർ ലൈറ്റ് ഹൗസ് ഫ്രം ദ സീ ലെവൽ, the angles of depression of two ships are 30 degree and 45 degree. Okay, അപ്പോൾ എന്താണ്? as observed from the top of a 75 meter light house. ഒരു 75 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ലൈറ്റ് ഹൗസ്. ഓക്കെ, ഇതൊരു 75 മീറ്റർ ഹൈറ്റ് ഉള്ള ലൈറ്റ് ഹൗസ് ആണെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് നോക്കുന്നു. ഓക്കെ, the angles of depression of two ships are 30 degree and 45 degree. ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നോക്കിയപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി വരുന്ന രണ്ട് ഷിപ്പുകളിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ്? 30 ഡിഗ്രിയും 45 ഡിഗ്രിയുമാണ്. ഓക്കെ, ഇതൊരു ഷിപ്പാണ്, ഇത് രണ്ടാമത്തെ ഷിപ്പാണെന്ന് ഇരിക്കട്ടെ. ഇപ്പോ ഇങ്ങനെ ഡിസ്റ്റൻസ് കൂടുന്തോറും ആംഗിൾ കൂടി കൂടി വരും അല്ലെ? ഏറ്റവും കുറവിടെ ആയിരിക്കും. ഇപ്പോൾ 30 ഡിഗ്രി ആയിരിക്കും. കൂടി 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 വന്ന് ഇവിടെ 45 ആവും. അത് കൂടി 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 വന്ന് ഇവിടെ എത്രയാവും? 90 ആവും അല്ലെ? അപ്പൊ ദൂരെ ഉള്ളതാണ് എപ്പോഴും എന്താവുക? കുറഞ്ഞ ആംഗിൾ ആവുക. ഓക്കെ, 30 ഡിഗ്രി ആണ്, ഇത് 45 ഡിഗ്രി ആണ്. സ്ട്രൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് എങ്ങനെ വന്നൂടെ നോക്കണ്ടേ? ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് വ്യൂ. അത് സ്ട്രൈറ്റ് വ്യൂ ആകുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ആദ്യത്തെ ഇതിലേക്ക് നോക്കുമ്പോൾ ഈ ടോട്ടൽ ഇത്രയുമാണ് അവിടുത്തെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് എത്രയാണ്? 45 ഡിഗ്രി ആണ്. ഇനി ഇത് സ്ട്രൈറ്റ് വ്യൂ, ഇതാണ് രണ്ടാമത്തേതിലേക്ക് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലെ ആ ചെറുത് ഇത്ര ഭാഗം അത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. നേരത്തെ പോലെ ഇത് രണ്ടും പാരലൽ ആണ്. അപ്പോ ഇത് 30 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും. ഇത് ടോട്ടൽ 45 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 45 ആയിരിക്കും. അങ്ങനെയാണ് നേരത്തെ ഇവിടെ 45 എന്ന് ഇവിടെ 30 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് ഡിസ്റ്റൻസ്. ഈ രണ്ട് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പേര് കൊടുക്കാം A, ഇത് B, ഇത് C, ഇതെന്താണ് D. ഓക്കെ, ABCD എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ആദ്യം ഇതിന്റെ ഹൈറ്റ് അറിയാം, 75 മീറ്റർ ആണ്. അതിനായിട്ട് എടുക്കുന്നു ട്രയാങ്കിൾ ABC. In triangle ABC, tan 45 degree is equal to opposite side ആരാണ്? AB ആണ്. AB by adjacent side BC ആണ്. tan 45ന്റെ വാല്യൂ 1 ആണ്. 1 is equal to AB 75 ആണ് by BC. BC ഇവിടെ വന്നാൽ BC is equal to 75 meter. അപ്പോൾ B തൊട്ട് C വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 75 മീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി വലിയ ട്രയാങ്കിൾ എടുക്കുന്നു. ട്രയാങ്കിൾ ABD. ഇൻ ട്രയാങ്കിൾ ABD tan അവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആണ്. tan 30 is equal to ഓപ്പോസിറ്റ് സൈഡ് AB ആണ് by adjacent സൈഡ് BD ആണ്. tan 30യുടെ വാല്യൂ 1/√3 ആണ്. സോ 1/√3 is equal to AB നമുക്കറിയാം 75 ആണ് ഡിവൈഡഡ് ബൈ
ബി ഡി നമുക്കറിയാം ബി സി പ്ലസ് സി ഡി അല്ലെ, ബി സി പ്ലസ് സി ഡി ആണ്, ഡിവൈഡഡ് ബൈ ബി സി പ്ലസ് സി ഡി, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ബി സി പ്ലസ് സി ഡി ഇൻറ്റു 1 ബി സി പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു 75 ഇൻറ്റു റൂട്ട് 3 75 റൂട്ട് 3. ഓക്കെ, അതില് ബി സിയുടെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടി, എത്രയാണ്? 75 ആണ്. ഓക്കെ, ബി സിക്ക് പകരം എത്ര കൊടുക്കാം? 75 പ്ലസ് പിന്നെ സി ഡി, 75 പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു 75 റൂട്ട് 3. സി ഡി ഇതപ്പുറം കൊണ്ടുപോയാൽ എന്താവും? സി ഡി ഈസ് ഈക്വൽ ടു 75 റൂട്ട് 3 ഇതപ്പുറത്ത് പോയാൽ മൈനസ് 75, ഓർ സി ഡി ഈസ് ഈക്വൽ ടു 75 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1, അത്രയും മീറ്റർ. നമുക്ക് അറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഷിപ്സ് ആണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഷിപ്സ് സി ഡി അല്ലെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഷിപ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 75 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 മീറ്റർ. നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് 3ക്ക് വാല്യൂ എടുക്കാൻ പറഞ്ഞിരുന്നാൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആൻസർ ഇത് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The angles of elevation of the top of a tower from 2 points at a distance of 4 meter and 9 meter from the base of the tower and in the same straight line with it are complementary. Prove that height of the tower is 6 meter. Okay, എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ടവർ ഉണ്ട് കണ്ടോ, എ ബി എന്ന് പറയുന്ന ഒരു ടവർ ഉണ്ട്. ആ ടവറിൽ നിന്ന് 4 മീറ്റർ അപ്പുറത്ത് ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ 9 മീറ്റർ 9 മീറ്റർ അപ്പുറത്ത് മറ്റൊരു പോയിന്റ് ഉണ്ട് കണ്ടോ. 4 മീറ്റർ ഇപ്പുറത്തുള്ള പോയിന്റ് സിയും 9 മീറ്റർ ഇപ്പുറത്തുള്ള പോയിന്റ് ഡിയുമാണ്. സിയിൽ നിന്നുള്ള ആംഗിളും ഡിയിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷനും എന്താണെന്നാ പറയുന്നത്? കോംപ്ലിമെന്ററി ആണ്. അതായത് ഇവിടെയുള്ള ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ 180യും കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ സം എത്രയാണ്? 90യുമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആ രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കാണണം? ഈ ടവറിന്റെ ഹൈറ്റ് 6 മീറ്റർ ആണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എടുത്തു ഈ ആംഗിള് തീറ്റ എന്നെടുത്തു, വെറുതെ എടുത്താണ്. എങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കണം? 90 മൈനസ് തീറ്റ ആയിരിക്കണം. നല്ലല്ലേ ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടും. 90 മൈനസ് തീറ്റ പ്ലസ് തീറ്റ, മൈനസ് തീറ്റയും പ്ലസ് തീറ്റയും വെട്ടി പോയിട്ട് സം എത്ര കിട്ടും? 90 കിട്ടും. കോംപ്ലിമെന്ററി ആണെന്ന് കിട്ടും. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങളെ അറിയാവും. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇൻ ട്രയാങ്കിൾ എ ബി സി, ചെറിയ ട്രയാങ്കിൾ കണ്ടോ, എ ബി സി. ഇവിടെ 90 മൈനസ് തീറ്റയാണ്, ടാൻ എടുക്കുന്നു. ടാൻ 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റയുടെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എ ബി, അഡ്ജസന്റ് സൈഡ് ബി സി. എ ബി ബൈ ബി സി. ഇനി ടാൻ 90 മൈനസ് തീറ്റ ആരാണ്? കോട്ട് തീറ്റ. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു എ ബി ബൈ ബി സി. എത്രയാണ്? ബി സി 4 ആണ് അല്ലെ. അപ്പോ എ ബി ബൈ 4. ഇക്വേഷൻ നമ്പർ 1 അവിടെ നിൽക്കട്ടെ. ഇനി വലിയ ട്രയാങ്കിൾ എടുക്കുന്നു. ഇൻ ട്രയാങ്കിൾ എ ബി സി ആണ് എടുത്തത്, ഇനി എ ബി ഡി ആണ് എടുക്കാൻ പോകുന്നത്. ഇൻ ട്രയാങ്കിൾ എ ബി ഡി അവിടെ എടുക്കുന്നു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എ ബി, അഡ്ജസന്റ് സൈഡ് ബി ഡി. ഓപ്പോസിറ്റ് സൈഡ് എ ബി, അഡ്ജസന്റ് സൈഡ് ബി ഡി ഈസ് ഈക്വൽ ടു എ ബി ബൈ ബി ഡി. അതായത് ഇവിടെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബി ബൈ ബി ഡിയുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 9. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ കോട്ടും ടാനും ആണ്. ഞാൻ ഇക്വേഷൻ 1 ഇൻറ്റു ഇക്വേഷൻ 2 ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ 1 ഇൻറ്റു 2, ഇക്വേഷൻ 1 ഇൻറ്റു 2. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആരാണ്? കോട്ട് തീറ്റ ടാൻ തീറ്റ അല്ലെ. കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ എന്താ ഉള്ളത്? എ ബി ബൈ 4 ഇൻറ്റു മറ്റേതെന്താ ഉള്ളത്? എ ബി ബൈ 9 എന്നാണുള്ളത് അല്ലെ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ? 1 ബൈ ടാൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ തന്നെയാണ് ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു എ ബി സ്ക്വയർ ബൈ 4 ഇൻറ്റു 9 36. ടാൻ തീറ്റ കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി ആര് വരും? 1 ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ ബൈ 36. ബൈ 36 പുറത്ത് പോയാൽ ഇൻറ്റു 36. 36 ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ ഓർ
എ ബി കിട്ടാൻ റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 36 is equal to എത്ര മീറ്റർ? 6 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, സോ ദ ഹൈറ്റ് ഓഫ് ദ ടവർ എ ബി ഈസ് എത്ര മീറ്റർ? 6 മീറ്റർ. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഏകദേശം ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാലൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അത് വേറൊരു എക്സ്ട്രാ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്ത് നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ പഠിക്കാം. ഓക്കെ.